നമസ്കാരം. ഏപ്രിൽ 11 കസ്തൂർബ ഗാന്ധിയുടെ ബർത്ത്ഡേ. അന്നാണ് നമ്മൾ നാഷണൽ സേഫ് മദർഹുഡ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. അതിന് 4 പ്രധാന ലക്ഷ്യങ്ങളാണുള്ളത്. ഒന്ന്, സേഫ് പ്രഗ്നൻസിയും അതിനുശേഷമുള്ള കാലഘട്ടവും പ്രൊമോട്ട് ചെയ്യുക. രണ്ടാമത്തത്, അമ്മമാര് ഫേസ് ചെയ്യുന്ന ചലഞ്ചസിനെ കുറിച്ച് ആളുകളെ ബോധവൽക്കരിക്കുക. സേഫ് ആയിട്ടുള്ള ഡെലിവറി പ്രാക്ടീസുകൾ എൻകറേജ് ചെയ്യുക. പിന്നെ പ്രഗ്നൻസി ടൈമിലും ഡെലിവറി ടൈമിലും ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് പരമാവധി കുറച്ച് ഡെത്തും അതിന്റെ അസുഖങ്ങളും അമ്മമാരെയും കുഞ്ഞുങ്ങളിലും പരമാവധി കുറയ്ക്കാൻ ശ്രമിക്കുക. ഇത് നമ്മൾ മെഷർ ചെയ്ത് നോക്കുന്നത് 2 പ്രധാന ഇൻഡിസസ് വഴിയാണ്. മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്, ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്. അതായത് ഒരു സമൂഹത്തിലെ ഏറ്റവും വീക്ക് ആയിട്ടുള്ള ഗ്രൂപ്പ് എന്ന് പറയുന്ന അമ്മമാരും കുഞ്ഞുങ്ങളാണ്. അപ്പൊ അവരുടെ ഹെൽത്ത് ഇൻഡിസസ് വളരെ നല്ലതാണെങ്കിൽ ആ സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള ഹെൽത്ത് വളരെ നല്ലതായിരിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 1 ലക്ഷം പ്രസവം നടക്കുമ്പോൾ എത്ര അമ്മമാര് മരിക്കുന്നു എന്നുള്ളതാണ്. അത് 2018 20 ഇടയിലത്തെ കണക്ക് പ്രകാരം ഇന്ത്യയിലുള്ള MMR എന്ന് പറയുന്നത് 97 ആണ്. കേരളത്തിൽ 19 ആണ്. അപ്പോൾ ഇന്ത്യയിൽ 100-ടുത്തും കേരളത്തിൽ 20. ഇനി ഇത് നമ്മൾ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ആയിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ UK 13.5, USA 22, യൂറോപ്പിൽ 8. അപ്പൊ കേരളത്തിന്റെ ലെവൽ എന്ന് പറയുന്നത് USA-നേക്കാളും ബെറ്റർ ആണ്. UK-യുടെയും യൂറോപ്പിന്റെ അത്രയും നല്ലതല്ല. ഇനി നമ്മൾ ഈ അരി കുത്തുന്നതിന്റെ ഇടയിലും ചമ്മന്തി അരയ്ക്കുന്നതിന്റെ ഇടയിലും പോയി പ്രസവിച്ചിരുന്നു എന്ന് പറയുന്ന കാലഘട്ടത്തിൽ 1950s 1 ലക്ഷം പ്രസവം നടക്കുമ്പോൾ 2000 അമ്മമാരാണ് അന്ന് മരിച്ചിരുന്നത്. അതാണ് ഇപ്പോൾ 20ന്റെ താഴേക്ക് വന്നിട്ടുള്ളത്. ഇനി ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്, 1 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ മരണനിരക്ക്. 1000 കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ ഇന്ത്യയിൽ 25 കുഞ്ഞുങ്ങൾ മരിക്കുന്നുണ്ട്. കേരളത്തിൽ അത് 6 ആണ്. അത് യൂറോപ്പില് 4, USA 6, UK 4. അപ്പൊ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് വെച്ച് നോക്കുമ്പോൾ കേരളം ഓൾമോസ്റ്റ് ആ ലെവലിലാണ്. 6 ആണ് നമ്മുടെ വാല്യൂ. പുറത്ത് വാല്യൂ ഏകദേശം 4-5 ഇടയിലാണ്. ഇനി ആ പഴയ കാലഘട്ടത്തിൽ 1950s നോക്കിക്കഴിഞ്ഞാൽ അത് ഏകദേശം 150 ആണ്. അതായത് 1000 കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ 150 കുഞ്ഞുങ്ങൾ മരിക്കുന്നു. 15% മരണനിരക്ക്. അതിൽ നിന്നാണ് നമ്മളിപ്പോ 5ലേക്കും 6ലേക്കും എത്തിയിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയൊരു കാലഘട്ടത്തിൽ നമ്മൾ എന്തിന് ഹോസ്പിറ്റലിൽ പ്രസവിക്കണം എന്ന ആളുകൾ ചോദിക്കുന്നുണ്ട്. അതായത് ഇത്രയും ഹെൽത്ത് ഇൻഡസ്ട്രി ഇംപ്രൂവ് ചെയ്തത് എന്തുകൊണ്ടാണോ, അതിന്റെ ആവശ്യം എന്താണെന്നാണ് ആളുകൾ ചോദിക്കുന്നത്. ഹോസ്പിറ്റൽസിലും മരണം നടക്കുന്നില്ലേ? തീർച്ചയായും. കാരണം ഏറ്റവും നല്ല ഹെൽത്ത് ഫെസിലിറ്റീസ് ഉള്ള യൂറോപ്പിൽ പോലും അമ്മമാര് മരിക്കുന്നുണ്ട്, ഇവിടെയും മരിക്കുന്നുണ്ട്. പ്രോപ്പർ ആയിട്ടുള്ള ഫെസിലിറ്റിയിൽ നമ്മൾ പ്രസവിക്കുമ്പോൾ ഡെത്ത് ഉണ്ടാകാനുള്ള സാധ്യതകൾ കുറയുന്നു, ഹെൽത്ത് ഇൻഡസ്ട്രീസ് ഇംപ്രൂവ് ചെയ്യുന്നു. ഇപ്പോ ചിലർ ചോദിക്കാറുണ്ട്, UK മിഡ്വൈസ് ആണ് ഡെലിവറി എടുക്കുന്നത്, പിന്നെ എന്തിനാണ് ഇവിടെ എല്ലാ പ്രസവവും ഡോക്ടർമാർ എടുക്കുന്നത്? അവിടെ മിഡ്വൈസ് ഡെലിവറി എടുക്കുമ്പോൾ കോംപ്ലിക്കേഷൻസ് ഉള്ളത് അവർ നേരത്തെ ഐഡന്റിഫൈ ചെയ്യും, നേരത്തെ തന്നെ റെഫർ ചെയ്യുകയും ചെയ്യും. ഡെലിവറി ടൈമിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ഷിഫ്റ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. കേരളത്തിലെ സത്യം പറഞ്ഞാൽ അതിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആണ് കാര്യങ്ങൾ. നമുക്ക് അതിനേക്കാളും മുമ്പോട്ട് പോകാനുള്ള അല്ലെങ്കിൽ അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഫെസിലിറ്റീസ് ഉള്ളതുകൊണ്ട് നമ്മൾ അത് യൂട്ടിലൈസ് ചെയ്യാണ് വേണ്ടത്. അല്ലാണ്ട് അവിടെ അത്രയേ ഉള്ളൂ, അപ്പൊ നമുക്ക് അത്രയും വേണ്ട എന്ന് പറയുന്നത് എത്ര മണ്ടത്തരമാണെന്ന് വീക്ക് ആയിട്ടുള്ള ആൾക്കാരെ വെറുതെ വിടുക. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഫെസിലിറ്റീസ് ഉള്ളപ്പോഴും ഇത്രയും ഇൻഫർമേഷൻ ഉള്ളപ്പോഴും ഞങ്ങൾക്ക് വീട്ടിൽ ഡെലിവറി ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇത്രയും ഫെസിലിറ്റീസ് വേണ്ട എന്ന് പറഞ്ഞ് റിസ്ക് എടുക്കുന്ന ആൾക്കാർ ഈ പറയുന്ന വീക്ക് ലിങ്കാണ്. അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് അധികം പ്രൊപ്പഗേറ്റ് ചെയ്യാതിരിക്കാനാണ് പ്രകൃതി ശ്രമിക്കുക. അവർ പെട്ടെന്ന് പ്രകൃതിയിൽ അലിഞ്ഞു ചേരാനാണ് സാധ്യത. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് ഇൻഫർമേഷൻ പാസ് ഓൺ ചെയ്യുക, ആളുകളെ നല്ല ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ഉള്ളത് യൂട്ടിലൈസ് ചെയ്യാൻ പ്രേരിപ്പിക്കുക, ബാക്കിയുള്ളത് പ്രകൃതിക്ക് വിട്ടുകൊടുക്കുക. അപ്പോൾ ഇപ്രാവശ്യത്തെ ക്യാപ്ഷൻ എന്ന് പറയുന്നത് ഹെൽത്തി ബിഗിനിങ്സ് ഹോപ്പ്ഫുൾ ഫ്യൂച്ചർ എന്നുള്ളതാണ്. അപ്പോൾ പ്രഗ്നൻസി തുടങ്ങുമ്പോൾ തന്നെ അയൺ ഫോളിക് ആസിഡ് മരുന്നുകൾ കഴിക്കുകയും പ്രോപ്പറായിട്ട് ചെക്കപ്പുകൾ ചെയ്യുകയും വാക്സിനേഷൻസ് എടുക്കുകയും ചെയ്ത് കോംപ്ലിക്കേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നേരത്തെ തിരിച്ചറിഞ്ഞ് അതിനുള്ള ട്രീറ്റ്മെന്റ് എടുത്ത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്രഗ്നൻസി, നോർമൽ ആയിട്ടുള്ള ഒരു ഡെലിവറിക്കും ശ്രമിക്കുക. നല്ല ഒരു ഫ്യൂച്ചറിന് വേണ്ടി ആഗ്രഹിക്കുക, ആശിക്കുക. ഓൾ ദി ബെസ്റ്റ്.